Good morning all. Last class നമ്മൾ കൺവേർഷൻസ് നോക്കിയിരുന്നു. അതുപോലെ what is chirality, what are the criteria for chirality, and which type of molecules will show, what are the other elements of symmetry എന്നൊക്കെ കുറിച്ച് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ടുഡേയ്സ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ. നിങ്ങൾ BSc പഠിക്കുന്നത് തന്നെയാണ്, സെക്കൻഡ് ഇയർ. ജസ്റ്റ് ഒരു ബ്രഷ്. ഈ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ്സ് എ സ്പേഷ്യൽ അറേഞ്ച്മെന്റ്, ഹൗ ദ ആറ്റംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ദേ ആർ അറേഞ്ച്ഡ് അറൌണ്ട് ദ സെൻട്രൽ ആറ്റം ഇൻ സ്പേസിൽ നമുക്ക് ഹൗ ദ 3D arrangements are happening for a molecule. അതിനാണ് നമ്മൾ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. They are classified as a relative configuration and absolute configuration. Absolute configuration എന്ന് പറഞ്ഞാൽ it is the actual arrangement of atoms or groups in space of a particular stereoisomer. Relative configuration എന്ന് പറഞ്ഞാൽ it is a spatial arrangement of atoms or groups of a particular stereoisomer assigned relative to a spatial arrangement of other atoms or groups of stereoisomer of another compound which is chosen as standard. അപ്പം അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ R&S നൊട്ടേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. R&S കോൺഫിഗറേഷൻ, അതായത് ആക്ച്വലി ആ മോളിക്യൂളിനുള്ള കോൺഫിഗറേഷൻ വി വിൽ അറേഞ്ച് അക്കോർഡിംഗ് ടു ദിയർ പ്രയോറിറ്റി ആൻഡ് വി ആർ അസൈനിങ് ദം R or S based on their rotation. That is, if it is clockwise it is called R, and if it is anti-clockwise it is a S. It is based on their arrangement. That is the actual configuration or absolute configuration. But in case of relative configuration, നമ്മൾ ഒരു സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യാണ്. ദ stereoisomer is compared with the spatial arrangement of another stereoisomer which is taken as standard. അപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു മോളിക്യൂളുമായിട്ട് നമ്മൾ, ഫോർ എക്സാമ്പിൾ DLന്റെ കേസ് നമ്മൾ അങ്ങനെയാണ്. ഫോർ ഗ്ലിസറാൾഡിഹൈഡ് അല്ലെങ്കിൽ ലൈറ്റിക് ആസിഡിന്റെ കേസ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് എടുത്തിട്ട് അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. സോ OHും Hും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലോവർ ചിറാൾ കാർബണിൽ. സോ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ D&L അസൈൻമെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ റിലേറ്റീവ് കോൺഫിഗറേഷൻ. ദാറ്റ് ഈസ് റിലേറ്റിംഗ് ദ കോൺഫിഗറേഷൻ ഓഫ് എ സ്റ്റീരിയോഐസോമർ വിത്ത് ദ സ്റ്റാൻഡേർഡ് ഐസോമർ. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ D&L സിസ്റ്റത്തിൻ്റെ കേസ് നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനാൻഷ്യോമസ് ഓഫ് ലാക്റ്റിക് ആസിഡ് COH, CHOH, CH3. അപ്പോൾ ഇവിടെ പ്ലസ് ഫോമും ഉണ്ട് മൈനസ് ഫോമും. പ്ലസും മൈനസും സ്മോൾ d സ്മോൾ l ക്യാപിറ്റൽ D ക്യാപിറ്റൽ L ഇതെല്ലാം ഒരു കേസായിട്ട് കൺസിഡർ ചെയ്യരുത്. ദേ ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. ക്യാപിറ്റൽ D ക്യാപിറ്റൽ L എന്ന് പറയുന്ന അസൈൻമെൻറ്റ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ്. സ്മോൾ d സ്മോൾ l എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദെയർ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ. നമ്മൾ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ആ ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് വെദർ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ദ മോളിക്യൂൾ ടു ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ്, അത് വെച്ചിട്ടാണ് നമ്മൾ D&L അസൈൻ ചെയ്യുന്നത്. സ്മോൾ d ആൻഡ് സ്മോൾ l. അത് സ്മോൾ ഡിക്ക് പോസിറ്റീവും സ്മോൾ എല്ലിന് നെഗറ്റീവായിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ D ക്യാപിറ്റൽ L എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രയോറിറ്റി അറേഞ്ച്മെൻറ്റ് ഓഫ് OH, H അല്ലെങ്കിൽ CH3 ലോവസ്റ്റ് ചിറാൾ കാർബൺ ആറ്റത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ D&L അസൈൻ ചെയ്യുന്നത്. അപ്പം ദിസ് ആർ ദ എനാൻഷ്യോമേഴ്സ് ഓഫ് ലാക്റ്റിക് ആസിഡ്. ഇനാൻഷ്യോമേഴ്സ് നമുക്കറിയാം. ഇനാൻഷ്യോമേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി ദി മിറർ ഇമേജ് ഓഫ് ഈച്ച് അതർ. അപ്പോൾ ഇതിന് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അവർ മിറർ ഇമേജുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഇനാൻഷ്യോമേഴ്സ് എന്ന് പറയുന്നത്. ഇനാൻഷ്യോമേഴ്സും ഡയസ്റ്റീരിയോമേഴ്സും തമ്മിൽ നമുക്ക് പറയാം ഡയസ്റ്റീരിയോമേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റീരിയോ ഐസോമേഴ്സ്. ദേ ആർ ഐസോമേഴ്സ് ആണ്, ബട്ട് ദേ ആർ നോട്ട് റിലേറ്റഡ് വിത്ത് ആസ് മിറർ ഇമേജ്. അങ്ങനെയുള്ള കേസിനെയാണ് നമ്മൾ ഡയസ്റ്റീരിയോമേഴ്സ് എന്ന് പറയുന്നത്. ഇനാൻഷ്യോമേഴ്സ് ആണെങ്കിൽ ദേ ആർ മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ ആൻഡ് ദേ ആർ ഐസോമേഴ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് ലാക്റ്റിക് ആസിഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അസൈൻമെൻറ്റിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. പോസിറ്റീവും നെഗറ്റീവും കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് വിച്ച് കോമ്പൗണ്ട് ടു ബി അസൈൻഡ് ആസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇറ്റ് വാസ് എ ബിറ്റ് കൺഫ്യൂഷൻ. അപ്പോൾ സോ വി ഹാവ് ടേക്കൺ ഗ്ലിസറാൾഡിഹൈഡ് ആസ് ദ സ്റ്റാൻഡേർഡ്, ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് അസൈൻമെൻറ്റ് വി ഹാവ് ഗിവൺ D&L കോൺഫിഗറേഷൻ. അപ്പം ഗ്ലിസറാൾഡിഹൈഡിൽ നമ്മൾ ഇറ്റ്സ് റിലേഷൻ വിത്ത് ഷുഗറുമായിട്ടുള്ള റിലേഷൻ വെച്ചിട്ടാണ് അതിനെ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ചൂസ് ചെയ്തത്.
The positive and negative form of glyceraldehyde were arbitrarily assigned as a configuration and labeled capital D and capital L. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് വെച്ചിട്ട് നമ്മൾ ക്യാപിറ്റൽ ഡി എന്നും ക്യാപിറ്റൽ എൽ എന്നും അസൈൻ ചെയ്തു. ദാറ്റ് ഇസ് OH റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്നത് ഡി എന്നും OH ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുന്നത് എൽ എന്നും അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡി എം എല്ലാം അസൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമ്മളിപ്പം ഈ ഗ്ലിസറാൾഡിഹൈഡിൽ നിന്ന് പുതിയ കോമ്പൗണ്ട്സ് സിന്തസൈസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഡി ഗ്ലിസറാൾഡിഹൈഡിൽ നിന്ന് തന്നെ നമ്മൾ പുതിയ കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഇൻ ദ ഡി ഫോം ഓൺലി. അല്ലെങ്കിൽ എൽ ഗ്ലിസറാൾഡിഹൈഡിൽ നിന്ന് നമ്മൾ സിന്തസൈസിങ് എ ന്യൂ കോമ്പൗണ്ട് ഇറ്റ് വിൽ ബി എൽ സീരീസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഗ്ലിസറാൾഡിഹൈഡിൻ്റെ ഓക്സിഡേഷൻ കാണിച്ചിട്ടുണ്ട്. സോ ഓക്സിഡേഷൻ ഓഫ് ഗ്ലിസറാൾഡിഹൈഡ് ടു ഗ്ലിസറിക് ആസിഡ്. ഇവിടെ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് സൈൻ ചേഞ്ച് ചെയ്യണം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് വെദർ ഇറ്റ്സ് റൊട്ടേഷൻ ഈസ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓൺ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓൺ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് വെച്ച് മെഷർ ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പൊളാരിമീറ്റർ വെച്ച് മെഷർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് വെച്ചിട്ടാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ അസൈൻ ചെയ്യുന്നത്. ബട്ട് ദ സീരീസ് വിച്ച് ബിലോങ്സ് ടു ദ ഗ്ലിസറാൾഡിഹൈഡ് വിൽ ബി സെയിം ഫോർ ഗ്ലിസറിക് ആസിഡ്. അതായത് നമ്മുടെ ഗ്ലിസറാൾഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ COH മാത്രമേ മാറുന്നുള്ളൂ. But their configuration remains same. That is, the relative configuration remains same. That is, it belongs to the D series. So, any compound that is prepared from D glyceraldehyde will belong to D series, and any compound that is prepared from L glyceraldehyde will belong to the L series. And this one is the D series, and this one is the L series. ഇവിടെ നമ്മൾ ഗ്ലൂക്കോസിൻ്റെ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ബിലോങ് ടു ദ ഡി സീരീസ്, ആൻഡ് സെക്കൻഡ് വൺ ഇറ്റ് ബിലോങ്സ് ടു ദ എൽ സീരീസ്. അതായത് ലാസ്റ്റ് കാർബൺ ആറ്റത്തിൻ്റെ കൈറൽ സെൻറ്റർ എടുക്കുക, അതിൻ്റെ ചുറ്റുമുള്ള അറേഞ്ച്മെൻറ്റ് കമ്പയർ ചെയ്യുക. അത് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് വൺ ഇസ് ബിലോങ്സ് ടു ദ ഡി സീരീസ് ആൻഡ് സെക്കൻഡ് വൺ ബിലോങ്സ് ടു ദ എൽ സീരീസ്. അപ്പോൾ അങ്ങനെ ആ ലാസ്റ്റ് കൈറൽ കാർബൺ ആറ്റം കമ്പയർ ചെയ്തിട്ടാണ് വെദർ ഇറ്റ് ബിലോങ്സ് ടു ദ ഡി സീരീസ് ഓർ എൽ സീരീസ് എന്ന് നമ്മൾ അസൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എരിത്രോ ആൻഡ് ത്രയോ നോമൻക്ലേച്ചർ. അപ്പോൾ എരിത്രോയും ത്രയോ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് നിങ്ങൾ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇനാൻഷ്യോമേഴ്സ് ആൻഡ് ഡയസ്റ്റീരിയോമേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ആർ ദ ഡിഫറൻസസ് നിങ്ങൾ BSc പഠിക്കുന്നതാണ്. മീസോ കോമ്പൗണ്ട്സ്, ഡയസ്റ്റീരിയോമേഴ്സ്, റെസൊല്യൂഷൻ, റെസമൈസേഷൻ. അപ്പോൾ ഇത് ജസ്റ്റ് ഈ ബേസിക് ടേംസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇവിടെ നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഇനാൻഷ്യോമേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ദേ ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ആസ് മിറർ ഇമേജസ്. ഐസോമേഴ്സ് തന്നെയാണ്, ദേ വിൽ ബി റിലേറ്റഡ് വിത്ത് ഈച്ച് അതർ ആസ് എ മിറർ ഇമേജ്. ഡയസ്റ്റീരിയോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഐസോമേഴ്സ് ആണ്, ദേ ആർ നോട്ട് റിലേറ്റഡ് ടു ഈച്ച് അതർ ആസ് മിറർ ഇമേജസ്. അങ്ങനെയുള്ള കേസുകളെയാണ് നമ്മൾ ഡയസ്റ്റീരിയോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇനാൻഷ്യോമേഴ്സ് എന്ന് പറഞ്ഞാൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആയിരിക്കും. പക്ഷേ ഡയസ്റ്റീരിയോമേഴ്സ് എന്ന് പറഞ്ഞാൽ വിച്ച് ആർ നോട്ട് മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ. ബട്ട് ഇനാൻഷ്യോമേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഡയസ്റ്റീരിയോമേഴ്സ് ദേ മേ ഓർ മേ നോട്ട് ബി ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവാം. ദേ ഷോ ഇനാൻഷ്യോമേഴ്സ് ആണെങ്കിൽ ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് സ്പെസിഫിക് റൊട്ടേഷൻ. നമുക്കറിയാം രണ്ട് മിറർ ഇമേജസ് ആയതുകൊണ്ട് ഓരോ കാർബണിലെയും കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡയസ്റ്റീരിയോമേഴ്സ് ഡിഫറെൻറ്റ് സ്പെസിഫിക് റൊട്ടേഷൻസ് ആയിരിക്കും. അതായത് നമുക്കിപ്പം പറയാൻ പറ്റില്ല ഓപ്പോസിറ്റ് തന്നെ ആവണമെന്നില്ല. ചില കാർബണിൽ ചില കൈറൽ സെൻറ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ ദേ ഹാവ് സെയിം റൊട്ടേഷൻസ് ആയിരിക്കും, സെയിം കോൺഫിഗറേഷൻ ആയിരിക്കാം. ബട്ട് നമുക്ക് ഇനാൻഷ്യോമേഴ്സിൻ്റെ കേസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ all the carbon centers will have opposite configuration. അതുപോലെ ഇനാൻഷ്യോമേഴ്സിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കാം. ബട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ദേ വിൽ ബി ഡിഫറെൻറ്റ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഡയസ്റ്റീരിയോമേഴ്സ് കെമിക്കൽ പ്രോപ്പർട്ടീസും ഡിഫറെൻ്റ് ആയിരിക്കും.
അതുപോലെ നമ്മുടെ ഇനാൻഷ്യോമേഴ്സിൻ്റെ ഇക്വിമോളാർ മിക്സ്ചർ പോസിറ്റീവ് നെഗറ്റീവ് ഈക്വൽ മിക്സ്ചേഴ്സിനെ നമ്മൾ റസ്മിക് മിക്സ്ചേഴ്സ് എന്ന് പറയും. Equimolar mixture of a pair of optically active diastereomers will not yield an inactive mixture. Inactive mixture നമുക്ക് കിട്ടില്ല. It will be optically active. But in the case of enantiomers-ന്റെ equal mixtures ആണെങ്കിൽ it will be optically inactive ആയിരിക്കും. These cases you have already studied in your BSc section. So please go through this before studying further. Mesocompounds നിങ്ങൾക്കറിയാം, there will be a planar symmetry within the molecule. One half will be the mirror image of other half. So there will be an internal compensation. So the molecule will be inactive എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് BSc tartaric acid example വെച്ചിട്ട്. Tartaric acid is an example for mesocompounds. അതുപോലെ erythrothrio nomenclatures നമ്മൾ പറയുകയാണെങ്കിൽ it is based on the 4 carbon sugars. erythros and trios വെച്ചിട്ടാണ് നമ്മൾ erythroസും triosും പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റീരിയോ സെൻറ്റേഴ്സ് എത്ര സ്റ്റീരിയോ സെൻറ്റേഴ്സ് ഉണ്ടെന്ന് ഹൗ ക്യാൻ വി ഐഡൻറ്റിഫൈ? ഇപ്പോൾ നമുക്ക് നമ്മൾ എടുക്കുന്ന മോളിക്യൂളിന് ഇഫ് ഇറ്റ് ഈസ് ഹാവിങ് n സ്റ്റീരിയോ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ n കൈറാൾ സെൻറ്റേഴ്സ് സ്റ്റീരിയോ സെൻറ്റേഴ്സ് എന്ന് പറയാം, കൈറാൾ സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിങ് 2n സ്റ്റീരിയോ ഐസോമേഴ്സ്. 2n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2 കൈറാൾ സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിങ് 4 സ്റ്റീരിയോ ഐസോമേഴ്സ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എത്ര കൈറാൾ സെൻറ്റർ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സേ how many stereoisomers will that molecule possess. അതുപോലെ എത്ര diastereomeric pairs it can create, that is 2 raised to n minus 1 ആണ് diastereomeric pairs എന്ന് പറയുന്നത്. അപ്പോൾ എറിത്രോസ് ഫോർ എക്സാമ്പിൾ എറിത്രോസ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, ട്രയോസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷുഗറിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് 2 chiral centers. 2 chiral centers വെച്ച് കഴിഞ്ഞാൽ it will be having 2 raised to 2, that is 4 isomers. അപ്പം 4 isomers നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 1 2 3 4. അപ്പം നമുക്ക് ഇതിൽ നിന്നും എത്ര ഇനാൻഷ്യോമറിക് പെയേഴ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് അതുപോലെ എത്ര ഡയസ്റ്റീരിയോമറിക് പെയേഴ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ എരിത്രോസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന് ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും ദേ ആർ റിലേറ്റഡ് വിത്ത് ഈച്ച് അതർ ആസ് ഇനാൻഷ്യോമേഴ്സ്, ദിസ് വൺ. അതുപോലെ ലാസ്റ്റ് 2 ദേ ആർ റിലേറ്റഡ് വിത്ത് ഈച്ച് അതർ ആസ് ഇനാൻഷ്യോമേഴ്സ്. ബട്ട് ഈ ദിസ് വൺ എന്ന് പറയുന്നത് റിലേറ്റഡ് വിത്ത് ഈച്ച് അതർ ആസ് ഡയസ്റ്റീരിയോമേഴ്സ്. ദേ ആർ നോട്ട് മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ. അങ്ങനെ ഒരു മോളിക്യൂളിൽ കൈറാൾ സെൻറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് എത്ര ഇനാൻഷ്യോമറിക് പെയേഴ്സ് കിട്ടും, എത്ര ഡയസ്റ്റീരിയോമറിക് പെയേഴ്സ് കിട്ടുമെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് ഡയസ്റ്റീരിയോമർ എന്ന് പറയുന്നത് 2 raised to 2 minus 1, that is 2. ഇപ്പോൾ ഇവിടുത്തെ കേസിന് നമുക്ക് 2 raised to 2 കൈറാൾ സെൻറ്റർ ആണുള്ളത്. സോ 2 raised to 2 ഇനാൻഷ്യോമറിക് പെയേഴ്സ്. ഇനാൻഷ്യോമറിക് പെയേഴ്സ് എന്ന് പറയുമ്പോൾ ഇനാൻഷ്യോമറിക് ഐസോമേഴ്സ് എന്ന് പറയാം. ദാറ്റ് ഈസ് നമുക്ക് 1 2 3 4 ഐസോമേഴ്സ് ഉണ്ട് ഇനാൻഷ്യോമറിക് റിലേഷൻസ് ഉള്ളത്. അതുപോലെ 2 raised to 2 minus 1, ദാറ്റ് ഈസ് 2 മോളിക്യൂൾസ് ഇറ്റ് വിൽ ബി റിലേറ്റഡ് ആസ് ഡയസ്റ്റീരിയോമർ. എരിത്രോ നമുക്ക് പറയാൻ പറ്റും they are the compounds having similar groups on the same side. അതുപോലെ ട്രയോ എന്ന് പറയുന്നത് similar groups will be on the opposite side. ഇതെല്ലാം നിങ്ങൾ ബേസിക് പഠിച്ചിട്ടുള്ളതാണ്. ഫർദർ എക്സാമ്പിൾസ് വെച്ച് നിങ്ങൾ പഠിച്ചോളുക. നെക്സ്റ്റ് ആർ epimers and anomers. epimers എന്ന് പറഞ്ഞാൽ എന്താണ്? 2 diastereomers which differ in their configuration chiral center are called epimers. For example, D-glucose and D-mannose. ഒരു കൈറാൾ സെൻറ്ററിൽ ഡിഫർ ചെയ്യുന്നു, കോൺഫിഗറേഷൻ ഡിഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എപ്പിമേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ D-ഗ്ലൂക്കോസ് കാണിച്ചിട്ടുള്ളതിൽ ഒരു കൈറാൾ സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ കോൺഫിഗറേഷൻ ഡിഫർ ആയിട്ടുള്ളത്. ഫോർ ഈ കാർബണിലാണ് കോൺഫിഗറേഷൻ ഡിഫർ ആയിട്ടുള്ളത്, അതിന് നമ്മൾ എപ്പിമേഴ്സ് എന്ന് പറയും. ബട്ട് ഐസോമേഴ്സ് തന്നെയാണ്, സെയിം മോളിക്കുലർ ഫോമിലേക്ക് തന്നെയാണ്, ബട്ട് ദേ ഹാവ് ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ ഇൻ വൺ കൈറാൾ സെൻറ്റർ.
അതുപോലെ anomers എന്ന് പറഞ്ഞാൽ glucose exists as equilibrium mixture with the hemiacetal isomers. On cyclization, this carbonyl carbon becomes a new stereo center. Thus, there are two cyclic forms of glucose which differ only in the stereochemistry at C1. The hemiacetal or anomeric carbon. Such isomers are called anomers. For example, നമ്മൾ D-glucose എടുക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? ഇറ്റ് അണ്ടർഗോ സൈക്ലൈസേഷൻ നടന്ന് സൈക്ലിക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. അപ്പം ഇവിടെ രണ്ട് സൈക്ലിക് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നതിൽ ഒൺലി വൺ സ്റ്റീരിയോ സെന്റർ എന്ന് പറയുന്നത് ഈ ഹെമി അസെറ്റാൾ ഫോമിലോട് here you can see the anomeric centers, that is the D-glucose. It will undergo cyclization reaction. Equilibrium നിൽക്കുമ്പോൾ it will undergo cyclization reaction. As a result of this, it will form a new stereo center at this carbon. New stereo center form ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഹെമി അസെറ്റാൾ ഫോമിലുള്ളതിനെ നമ്മൾ anomeric carbon എന്ന് പറയും. So these carbons are related as anomers. But there are two cyclic forms of glucose which differ only in their stereochemistry at C1, and they are called hemiacetal or anomeric carbon. Such isomers are called anomers. Anomers എന്ന് പറയുന്നത് they are also called epimers. They differ from each other in their configuration about the hemiacetal or anomeric carbon. അപ്പോൾ നമുക്ക് anomers എന്ന് പറയുന്നത് epimers എന്നും പറയാം, ബട്ട് എല്ലാ epimers anomers ആവില്ല. ഇവിടെ epimers എന്ന് പറയുന്നത് ഒരു കൈറൽ കാർബണിലെ കോൺഫിഗറേഷനിൽ ഡിഫർ ഉള്ളതിനെയാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിരിക്കുന്നതിനാണ് നമ്മൾ epimers എന്ന് പറയുന്നത്. അപ്പം anomers ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ന്യൂ സ്റ്റീരിയോ സെൻറ്റർ ഫോം ചെയ്യും. ഒരു കൈറൽ കാർബണിൽ മാത്രമേ അവരുടെ കോൺഫിഗറേഷൻ ഡിഫർ ആയിരിക്കുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് epimers എന്ന് പറയുന്നത് അപ്പോൾ anomers എന്ന് പറയാൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാണ്, ഹെമി അസെറ്റാൾ ഫോമിലുമായിരിക്കണം. അത് തന്നെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റീരിയോ സെന്ററിനെയാണ് നമ്മൾ anomers എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ anomers നമുക്ക് epimers എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ anomers എല്ലാ epimers ആണ്, പക്ഷേ എല്ലാ epimersഉം anomers ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ R&S കോൺഫിഗറേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.